നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പണത്തിന് ആർത്തി പിടിച്ച ഒരു കൂട്ടം ചെന്നായ്കൾ തങ്ങളുടെ മുഖ്യാതിഥി ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിൽ തുടരുമ്പോഴും അവർ തങ്ങളുടെ പ്രോഗ്രാമുമായി മുന്നോട്ട് പോയി. സാധാരണഗതിയിൽ GCDA ഒരു ദിവസം 12 ലക്ഷം രൂപ ലഭിച്ചാൽ മാത്രമാണ് സ്റ്റേഡിയം പൂർണ്ണമായി വിട്ടു നൽകുക. എന്നാൽ ഭരതനാട്യ പരിപാടിക്കായി കമ്പനി അടച്ചത് വെറും 5 ലക്ഷം രൂപ. അതിൽ തന്നെ ഡെപ്പോസിറ്റായി 4 ലക്ഷം രൂപ. പരിപാടി കഴിഞ്ഞാൽ 4 ലക്ഷം തിരിച്ചു കിട്ടും. നിലവിൽ GCDA കോൺട്രാക്ട് വെച്ചിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി. ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ ഒരു സ്റ്റേജ് നിർമ്മിച്ചിട്ട് എന്തുകൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല? തൃക്കാക്കര MLA ഉമാ തോമസ് വീണ് ഗുരുതര പരിക്കേൽക്കാനിടയായ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തു. തൊട്ടുപിന്നാലെ സംഘാടകൻ മുൻകൂർ ജാമ്യം തേടി കേരളത്തിന്റെ ഹൈക്കോടതിയെ സമീപിച്ചു. മൃദംഗനാഥം എന്ന പേരിൽ കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഭരതനാട്യ പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ MD വയനാട് മേപ്പാട് സ്വദേശി M നികേഷ് കുമാറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിനിടയിൽ പരിപാടിയുടെ നടത്തിപ്പുകാരനായ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി മാനേജർ കൃഷ്ണകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉമാ തോമസിന് അപകടമുണ്ടായതിന് തൊട്ടുപിന്നാലെ പാലാരിവട്ടം പോലീസ് സംഘാടകർക്കും പരിപാടിയുടെ നടത്തിപ്പുകാർക്കുമെതിരെ കേസെടുത്തിരുന്നു. മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന പ്രവൃത്തി, കഠിനമായ ദേഹോപദ്രവം തുടങ്ങിയ വകുപ്പുകൾ ഇവർക്കെതിരെ ചേർത്തു. കല്ലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് യാതൊരു സുരക്ഷയുമില്ലാതെ ഉയർത്തിക്കെട്ടിയ ഒരു VIP ഗാലറിയിൽ നിന്ന് കാൽവഴുതി താഴേക്ക് വീഴുന്ന ഒരു MLA, ഗുരുതര പരിക്കേറ്റ് പിന്നീട് വെന്റിലേറ്ററിലായ ഉമാ തോമസിനെ തേടി എന്തുകൊണ്ട് സംഘാടകരോ ആ സ്റ്റേജിലുണ്ടായിരുന്ന മന്ത്രി സജി ചെറിയാനോ ആശുപത്രിയിലേക്ക് പോയില്ല? വലിയ പണപ്പിരിവ് നടത്തിയാണ് ഈ ഭരതനാട്യ മഹോത്സവം അവിടെ നടത്തിയത്. ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ പണത്തോടുള്ള ആർത്തിയാണ് ഉമാ തോമസിന് ഇത്ര ഗുരുതരമായി പരിക്കേൽക്കാനുള്ള കാരണം. ഉമാ തോമസ് മാത്രമല്ല, നിരവധി ആളുകൾ അപകടത്തിൽ പതിക്കാനുള്ള എല്ലാ സാധ്യതയും ആ താൽക്കാലിക സ്റ്റേജിലുണ്ടായിരുന്നു. ഭരതനാട്യ പരിപാടിയിൽ പങ്കെടുത്ത 12,000-ഓളം ആളുകളിൽ നിന്ന് വ്യാപക പിരിവാണ് സംഘാടകർ നടത്തിയത്. 5,000-ഓളം രൂപ വെച്ച് ഓരോരുത്തരിൽ നിന്നായി പിരിവെടുത്തു. എന്തിന്, ആ പരിപാടി കാണാൻ വന്നെത്തിയവരിൽ നിന്ന് പോലും 150 രൂപ വീതം കളക്ട് ചെയ്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ജോയി ആലുക്കാസും കല്യാൺ സിൽക്സും ഉൾപ്പെടെ നിരവധി സ്പോൺസർമാർ, 12,000-ഓളം ഭരതനാട്യക്കാർ, അവരുടെ പ്രോഗ്രാം കാണാനായി ആ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയവർ. അതുകൊണ്ട് തന്നെ ചില പ്രാഞ്ചിയേട്ടന്മാർക്ക് ഇതൊരു ഉത്സവമാണ്. ജോയി ആലുക്കാസിനെ പോലുള്ളവർ വലിയ സ്പോൺസർഷിപ്പ് തുക നൽകി സ്റ്റേജിൽ കയറി സ്ഥാനം പിടിക്കുന്നതും അതുകൊണ്ട് തന്നെ. കൂടുതൽ ഭരതനാട്യക്കാരെ എത്തിച്ച ഗുരുക്കന്മാർക്ക് സ്വർണ്ണ നാണയം വിതരണം ചെയ്തത് ഇതേ ജോയി ആലുക്കാസ്. എന്നാൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പരിപാടി നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അരുൺ ദേവ് എന്നൊരാൾ പോലീസിലും GST വകുപ്പിലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. തൻ്റെ സുഹൃത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്ന് സുഹൃത്ത് അരുൺ ദേവിനോട് പറയുന്നു. തുടർന്ന് സംഘാടകരെ ബന്ധപ്പെട്ടപ്പോൾ 4,100 രൂപ അടയ്ക്കണമെന്നായി. അതും ഒഫീഷ്യൽ അക്കൗണ്ടിലല്ല, മറ്റൊരു വ്യാജ IDയിൽ. ഇതിൽ സംശയം തോന്നിയ അരുൺ ദേവ് GST വകുപ്പിനെ സമീപിച്ച് ഈ പരിപാടിക്ക് പിന്നിൽ ചില സാമ്പത്തിക തട്ടിപ്പുകളുണ്ട് എന്ന സംശയം ഉയർത്തി. അതിനു പിന്നാലെയാണ് പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. പോലീസിൽ നിന്ന് തനിക്കുണ്ടായത് നടുക്കുന്ന അനുഭവമാണ് എന്ന് അരുൺ ദേവ് പറഞ്ഞു. ഇതേ തുടർന്നാണ് പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡറായ ദിവ്യ ഉണ്ണിയെ വിളിച്ച് ഈ പരിപാടിയെക്കുറിച്ച് തൻ്റെ ആശങ്കകൾ അരുൺ ദേവ് അറിയിക്കുന്നത്. ദിവ്യ ഉണ്ണി അരുൺ ദേവിനോട് തട്ടിക്കയറി. ദിവ്യ ഉണ്ണിക്ക് ഇത് പണം വീഴുന്ന ഒരു ഇവന്റ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ അരുൺ ദേവിന്റെ പരാതിക്ക് അവർ യാതൊരുവിധ വിലയും കൽപ്പിച്ചില്ല. സംഘാടകർ മറ്റു ചില ഫോണുകളിൽ നിന്ന് തന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും അരുൺ ദേവ് പറയുന്നു. ഗിന്നസ് റെക്കോർഡ് കൊടുക്കുന്നവരെയും താൻ ബന്ധപ്പെട്ടു. ഈ പരിപാടിക്ക് പിന്നിൽ ഒട്ടനവധി കള്ളത്തരങ്ങളുണ്ടെന്നും ഇത് പണം തട്ടാനുള്ള ഒരു പരിപാടിയാണോ എന്ന് താൻ സംശയിക്കുന്നുവെന്നും അവരെ അറിയിച്ചു. എന്നാൽ അവർക്കും വലുത് പണം തന്നെയായിരുന്നു. ബ്രാൻഡ് അംബാസഡറായ ദിവ്യ ഉണ്ണിക്ക് പണത്തോടുള്ള ആർത്തി തന്നെയാണ് ഇതിന്റെ മുഖ്യ കാരണം. മറ്റൊന്ന്, 12,000-ഓളം സാരികൾ വിതരണം ചെയ്യാൻ ഉറപ്പിച്ച കല്യാൺ സിൽക്സിന്റെ ആർത്തിയും. പോലീസിലും GST വകുപ്പിനെയും ദിവ്യ ഉണ്ണിയെയും സംഘാടകരെയും ഒക്കെ മാറി മാറി വിളിച്ച് തന്റെ ആശങ്കകൾ അറിയിച്ച അരുൺ ദേവ് ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നു, വലിയ പണത്തിനു വേണ്ടിയുള്ള തട്ടിപ്പായിരുന്നു അവിടെ നടന്നത്. പല വിധങ്ങളിലായി ഏകദേശം 6 കോടിയിൽ പരം രൂപയാണ് സംഘാടകർ തട്ടിച്ചെടുത്തിരിക്കുന്നത്. വിവിധ അക്കൗണ്ടുകളിലാണ് ഇത് കൈകാര്യം ചെയ്തത്. കൃത്യമായ GST പോലും അടച്ചിട്ടില്ല. ജോയി ആലുക്കാസും കല്യാൺ സിൽക്സുമായിരുന്നു മുഖ്യ സ്പോൺസർമാർ. ചെറുകിട ഇടത്തരം സ്പോൺസർമാർ ധാരാളമുണ്ട്. പിന്നെ എന്തിനാണ് ആളുകളുടെ കയ്യിൽ നിന്ന് ഇവർ വ്യാപകമായി പണം പിരിച്ചത്? ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് ഒരേ താളത്തിൽ അവർ ഭരതനാട്യ നൃത്തം ചെയ്തത്. ചലച്ചിത്ര സീരിയൽ താരങ്ങളായ ദേവി ചന്ദന, ഉത്തര ഉണ്ണി,
വിദ്യ ഉണ്ണി, ഋതു മന്ത്ര, പാരീസ് ലക്ഷ്മി തുടങ്ങിയവരൊക്കെ ഇതിൽ പങ്കെടുത്തു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് ഇതിലിപ്പോൾ വെട്ടിലായിരിക്കുന്നത്. സ്വാഗതഗാനം അദ്ദേഹമാണ് രചിച്ചത്. കല്യാൺ സിൽക്സിന്റെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ ഡിസൈൻ ചെയ്ത 12,000-ഓളം സാരികൾ അവിടെ ഭരതനാട്യത്തിൽ പങ്കെടുത്തവർക്കായി വിതരണം ചെയ്തു. ഈ സാരിക്ക് കല്യാൺ സിൽക്സ് പണം വാങ്ങിയോ എന്ന് സംഘാടകർ വ്യക്തമാക്കിയിട്ടില്ല. പണം വാങ്ങി എന്നും വാങ്ങിയില്ല എന്നും രണ്ട് കേൾവിയുണ്ട്. മൃദംഗ വിഷൻ മുമ്പും ചില വിവാദങ്ങളിൽ അകപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ സംഘാടകരെക്കുറിച്ച് മറ്റു ചില ആരോപണങ്ങളും ഇപ്പോൾ ശക്തമായി വരുന്നു. ഇതിനിടയിൽ GCDAയും സംഘാടകരുമായി ഉണ്ടാക്കിയ കരാറിന്റെ വിശദാംശങ്ങളും പുറത്തുവന്നു. സംഘാടകരായ മൃദംഗ വിഷന് GCDA നൽകിയ അനുമതി കരാറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്റ്റേഡിയം ഉപയോഗിക്കാൻ മാത്രമേ അവർക്ക് അനുവാദമുള്ളൂ. താൽക്കാലിക സ്റ്റേജ് നിർമ്മിക്കാൻ അനുവാദമില്ല. എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി കോർപ്പറേഷന്റെ പക്കൽ നിന്നും അതിലപ്പുറം ഫയർഫോഴ്സിന്റെ പക്കൽ നിന്നും അനുമതികൾ വാങ്ങേണ്ടതുണ്ട്. ഇതിനിടയിൽ പരിപാടിയിൽ പങ്കെടുത്ത സജി ചെറിയാൻ വിചിത്രവാദങ്ങളുമായി കളത്തിലിറങ്ങി. സുരക്ഷാ വീഴ്ചയുണ്ടായി എന്ന് മന്ത്രി സജി ചെറിയാൻ സമ്മതിക്കുന്നു. ഉറപ്പുള്ള സ്റ്റേജ് ഒരുക്കണമായിരുന്നു. സംഘാടകർ ലാഘവത്തോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തു. വേദിക്ക് ബാരിക്കേഡ് കെട്ടേണ്ടതായിരുന്നു. തന്റെ ഗൺമാൻ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നാണ് സജി ചെറിയാൻ പറയുന്നത്. പിന്നെ എന്തിനാണ് സജി ചെറിയാൻ ആ സ്റ്റേജിലേക്ക് കെട്ടി എഴുന്നള്ളിയത്? എന്തിനാണ് ഇത്തരമൊരു പ്രോഗ്രാമിന് അനുമതി കൊടുത്തത്? ഉമാ തോമസ് അപകടനില തരണം ചെയ്തെന്ന് പറയാറായിട്ടില്ല എന്ന് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പറയുന്നു. തലയിലെ പരിക്ക് ഗുരുതരമല്ല, എന്നാൽ ശ്വാസകോശത്തിലെ ചതവ് പരിഹരിക്കുകയാണ് പ്രധാനം. വെന്റിലേറ്റർ സഹായം തുടരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ദൈവത്തിന്റെ കരുണ കൊണ്ട് ഇപ്പോൾ ഉമാ തോമസ് ജീവിച്ചിരിക്കുന്നു. കടുപ്പമല്ലേ ഇന്നാട്ടിലെ ഇമ്മാതിരി ഇടപാടുകൾ? ഉമാ തോമസിന് സംഭവിച്ചത് അപകടം തന്നെയാണോ എന്ന സംശയവും ചിലർ ഉയർത്തുന്നുണ്ട്. അതിനു പിന്നിൽ എന്തെങ്കിലുമൊക്കെ ആസൂത്രിത ചതിവുകൾ ഉണ്ടായിരുന്നോ? എന്തിനാണ് ഇത്ര അപകടം പിടിച്ച സ്റ്റേജിന്റെ ഭാഗത്തേക്ക് ഉമാ തോമസിനെ പറഞ്ഞയച്ചത്? എല്ലാത്തിനും പിന്നിൽ ഒട്ടനവധി ദുരൂഹതകളുണ്ട് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.